മന്ത്രിയായിരുന്ന കാലത്താണ് ഈ ക്രമക്കേടൊക്കെ നടന്നതെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. പ്രതികരണം എന്താണ്? അതൊരു വാസ്തവമല്ലേ? അതിൽ പിന്നെ വേറെ പ്രത്യേകിച്ച് എന്താ പ്രതികരിക്കേണ്ടത്? 2019 ഞാൻ മന്ത്രിയായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് പ്രതികരിക്കാനൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും SIT രൂപീകരിച്ച് SITയുടെ അന്വേഷണം വളരെ ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന കാര്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇനിയും നിരവധി അറസ്റ്റുകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അതിന്റെ ശരിയായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 6 ആഴ്ചക്കാലം നമ്മൾ കാത്തിരിക്കണം. 6 ആഴ്ച കഴിയുമ്പോഴേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ശബരിമലയിലെ ഈ കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്നുള്ള കാര്യം നിശ്ചയമായിട്ടും പുറത്തു വരിക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കുറ്റവാളികൾക്ക് കനത്ത ശിക്ഷ തന്നെ ലഭ്യമാകുന്ന തരത്തിലായിരിക്കും കാര്യങ്ങൾ പോവുക. ഭാവിയിൽ ശബരിമല മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് ആരാധനാലയങ്ങളിൽ നടക്കുന്നതായിട്ടുള്ള ഇത്തരം മോശപ്പെട്ട പ്രവണതകൾ അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു തുടക്കമായിട്ട് ഇത് മാറും. അന്ന് ചുമതലയിലുണ്ടായിരുന്ന കൂടുതൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിലേക്ക് കൂടി നീളുകയാണ് ഇതിന്റെ പങ്ക്. ഞാൻ പറഞ്ഞല്ലോ, അത് അന്വേഷണത്തിന്റെ വിഷയമാണല്ലോ. അന്വേഷണത്തിരിക്കുന്ന SIT പോലുള്ള ഒരു സംവിധാനം ഹൈക്കോടതിയിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്ന സംവിധാനം നടത്തുന്ന അകത്ത് കയറി പറയാൻ ഞാൻ ആളല്ല യഥാർത്ഥത്തിൽ. അത് നിശ്ചയമായിട്ടും അതിന്റെ ശരിയായിട്ടുള്ള രൂപത്തിലും സത്യസന്ധമായിട്ടുള്ള തരത്തിലും ഒക്കെ തന്നെയാണ് ആ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അത് മുന്നോട്ട് പോകട്ടെ. നിശ്ചയമായിട്ടും ഇത് തെളിയുക തന്നെ ചെയ്യും, അക്കാര്യത്തിന് സംശയമില്ല. പ്രതിപക്ഷ നേതാവിനെതിരെ അങ്ങ് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ ഇന്നും അതേ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കുന്നത് അങ്ങാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങേ പുകഴ്ത്തി സംസാരിക്കുന്ന വീഡിയോ അടക്കം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതെ തെളിവ്. അതായത് ഞാൻ ഈ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശനെ കുറിച്ച് എന്താ പറയേണ്ടത്? അദ്ദേഹം ഇപ്പോഴും UDF ഭരണത്തിന്റെ ഹാങ് ഓവറിലാണ്. UDF കാലത്ത് എല്ലാറ്റിലും ഇടപെടുന്നവരായിരുന്നു മന്ത്രിമാരെന്ന ധാരണ വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ബോധ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതും സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നത്. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. അക്കാലത്ത് നമ്മുടെ ജില്ലക്കാരനായിട്ടുള്ള ഒരു മന്ത്രിയും അദ്ദേഹത്തിന് അനുജനും, മന്ത്രിയുടെ അനുജൻ അന്ന് ശബരിമലയിൽ 1.89 കോടി രൂപയുടെ പാത്രങ്ങൾ തന്നെ കവർച്ച ചെയ്ത ഒരു കേസ് ഇപ്പോഴും കിടക്കുകയാണ്. അതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. അതായത് ദേവസ്വം വകുപ്പിന്റെ ചുമതലയെന്ത്, ബോർഡിന്റെ ചുമതലയെന്ത്, ബോർഡിന്റെ കീഴിലുള്ള ആയിരക്കണക്കായിട്ടുള്ള അമ്പലങ്ങളിലെ ജീവനക്കാരുടെ ചുമതലയെന്ത്, അത് നിർവചിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ദേവസ്വം വകുപ്പിന്, ദേവസ്വം മന്ത്രിക്കുള്ള ചുമതല എന്ന് പറയുന്നത് ദേവസ്വത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, എല്ലാ ക്ഷേത്രങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങൾ വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് നടത്തുക. അവിടെ എത്തിച്ചേരുന്ന ലക്ഷക്കണക്കായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള വിഷമവും ഉണ്ടാകാത്ത തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അത് കൃത്യമായിട്ടും ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ കാലത്ത് ദേവസ്വം വകുപ്പ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം ശബരിമലയിലെ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ അവിടെ നടക്കുന്നതായിട്ടുള്ള ദേവപ്രശ്നത്തിലോ അവിടെ തന്ത്രിമാരെടുക്കുന്ന തീരുമാനങ്ങളിലോ അവർ നിയമപരമായി ചെയ്യുന്ന കാര്യങ്ങളിലോ ഒന്നും കൈകടത്താനായിട്ട് യഥാർത്ഥത്തിൽ ദേവസ്വം വകുപ്പിനോ ദേവസ്വം മന്ത്രിക്കോ ഒന്നും ഒരു അധികാരവുമില്ല. പിന്നെ സതീശൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് ശരിയാണ്. അത് ദേവസ്വം ബോർഡ് നിർമ്മിച്ച് നൽകിയ, ദേവസ്വം ബോർഡും അയ്യപ്പ ഭക്തരും കൂടെ ചേർന്ന് നിർമ്മിച്ച് നൽകിയ ഒരു വീടിന്റെ താക്കോൽ ദാനത്തിൽ ഞാൻ പങ്കെടുത്തു എന്നുള്ളതാണ്. ഞാൻ 5 വർഷക്കാലം ദേവസ്വം മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഒരു 5000-ലധികം വരുന്ന പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിലൊരു പരിപാടി മാത്രമാണത്. ദേവസ്വം ബോർഡിന്റെ ക്ഷണപ്രകാരമാണ് പോയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഏറ്റുമാനൂരപ്പനെ തട്ടിക്കൊണ്ടുപോയൊരു സംഭവം. ഏറ്റുമാനൂരപ്പനെ മോഷ്ടിച്ചു കൊണ്ടുപോയി. വലിയ കോളിളക്കം അക്കാലത്തുണ്ടായി. നായനാർ ഗവൺമെന്റ് കാലത്തായിരുന്നു. ഇന്ന് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കുന്നതിനേക്കാൾ വലിയ ഒരു ഒച്ചപ്പാടും ബഹളവുമാണ് അക്കാലത്തുണ്ടായത്. ഏറ്റുമാനൂർ അമ്പലത്തിൽ നടന്ന മോഷണത്തിന് തുമ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സാധിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഹർത്താൽ പോലും അന്ന് UDF സംഘടിപ്പിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഏറ്റുമാനൂരപ്പനെ കട്ടുകൊണ്ടുപോയ യഥാർത്ഥ കള്ളനെ പിടികൂടുന്നതിന് സഹായിച്ച ഒരു സംഗതി എന്ന് പറയുന്നത്, അന്ന് 7ഓ 8ഓ ഏതോ ക്ലാസ്സിൽ പഠിക്കുന്നതായിട്ടുള്ള പാറശാല താലൂക്കിലെ ധനുവച്ചപുരത്തെ ഒരു രമണി എന്നൊരു പെൺകുട്ടി, അവൾ എഴുതിയ ഒരു നോട്ട് പുസ്തകത്തിന്റെ താളുകളായിരുന്നു.
ഏതോ കച്ചവടക്കാരന് വിറ്റതാണ്. പുസ്തകം ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് വിൽക്കും. അങ്ങനെ അന്നത്തെ കാലത്തൊക്കെ അത് നടക്കുന്നൊരു കാര്യമായിരുന്നു. ചെറിയ പൈസയ്ക്ക് വിൽക്കും. അപ്പോൾ അങ്ങനെ വിറ്റ് കിട്ടിയ പുസ്തകത്തിന്റെ താളുകളിൽ നിന്നാണ് യഥാർത്ഥ കുറ്റവാളിയായിട്ടുള്ള. അതിന് രസം എന്താണെന്ന് വെച്ചാൽ ഏറ്റുമാനൂരപ്പനെ അന്ന് കട്ടുകൊണ്ടുപോയത് കോൺഗ്രസിന്റെ ആ പ്രദേശത്തെ പ്രവർത്തകനായിട്ടുള്ള ഒരാളായിരുന്നു, സ്റ്റീഫൻ. അപ്പോൾ ആ സ്റ്റീഫനെ കണ്ടുപിടിക്കുന്നതിന് സഹായിച്ച രമണിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുകയാണ്. ആരാണ് വീട് വെച്ച് കൊടുക്കുന്നതെന്നും അന്വേഷിക്കേണ്ട കാര്യമൊന്നും എനിക്കല്ല. വീട് വെച്ച് കൊടുക്കുന്നതിന് താക്കോൽദാനം നിർവഹിക്കാനായിട്ട് ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എന്നെ ക്ഷണിച്ചു. ഞാൻ പോയി താക്കോൽദാനം നിർവഹിച്ചു. ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് സന്മനസ് കാണിച്ച് ആരെങ്കിലും മുന്നോട്ട് വരുമ്പോൾ അവരെക്കുറിച്ച് നല്ല വാക്ക് പറയാതെ അവരെ ചീത്ത പറയാൻ എനിക്ക് പറ്റുമോ? ഞാൻ നല്ല വാക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആ ദിവസങ്ങളിൽ നമുക്ക് അവരാരെങ്കിലും മോശക്കാരാണെന്നൊന്നും നമുക്കറിയില്ല. എല്ലാം നല്ലവരാണെന്നാണല്ലോ നമ്മൾ ധരിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഇല്ല, ഞാൻ വസ്തുതാപരമായിട്ടുള്ള വേദി എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഒരു താക്കോൽദാന ചടങ്ങ്. അതൊക്കെ എന്തിനു നിഷേധിക്കണം? അതൊക്കെ വസ്തുതാപരമായിട്ടുള്ള കാര്യമല്ലേ. ഒരാളൊരു വീട് വെച്ച് കൊടുക്കുന്നു, ആ വീട് വെച്ച് കൊടുക്കുന്ന താക്കോൽദാനത്തിന് എന്നെ ക്ഷണിക്കുന്നു. ഞാൻ അതുപോലെ നൂറുകണക്കായിട്ടുള്ള ആയിരക്കണക്കായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ അവരുടെയൊക്കെ അവരുടെ പശ്ചാത്തലമൊക്കെ നോക്കി ഓരോരുത്തരും എവിടെയാണ് ആരാണെന്നൊക്കെ അന്വേഷിച്ച് അങ്ങനെയൊന്നും സാധിക്കുന്നൊരു കാര്യമല്ല. ഇപ്പോൾ വി.ഡി. സതീശനും അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സതീശന് സാധിക്കുന്നൊരു കാര്യമല്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സതീശന് ഏതെല്ലാം യോഗങ്ങളിൽ പോകുന്നു, ആരോടെല്ലാം ചേർന്ന് നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അതൊക്കെ തന്നെ കൃത്യമായിട്ട് ഇന്നയാളാണോ എന്നെല്ലാം ഒക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുക? സതീശനെ രാഷ്ട്രീയമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, രാഷ്ട്രീയക്കാരൊക്കെ ആളുകളെ കൂടി ഇതിനകത്ത് പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം സതീശൻ നടത്തുന്നത്. സതീശൻ യഥാർത്ഥത്തിൽ തനിക്കുണ്ടായിട്ടുള്ള ജാള്യത മറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാൻ അവിടുത്തെ ലോഹം, ഈ പറഞ്ഞ സ്വർണ്ണപ്പാളി അത് മറ്റേതോ അന്യ സംസ്ഥാനത്തിലെ ഏതോ ഒരു കോടീശ്വരന് വിറ്റു, അതിന് ഞാൻ ഇടനിലക്കാരനായിട്ട് നിന്നു, അത് ആർക്കാണ് വിറ്റതെന്ന് കടകംപള്ളിക്ക് അറിയാമെന്നെല്ലാം പറഞ്ഞയാളാണ് സതീശൻ. സതീശനെതിരായി ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിന്റെ ദിവസം കഴിഞ്ഞു, 7 ദിവസം കഴിഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. നിശ്ചയമായിട്ടും ഞാൻ കോടതിയെ സമീപിക്കാൻ തന്നെ പോവുകയാണ്. സതീശൻ മാന്യമായിട്ട് മാപ്പ് പറഞ്ഞേ തീരുള്ളൂ അക്കാര്യത്തിൽ. അതാണ് അതിന്റെ വാസ്തവം എന്ന് പറയുന്നത്. 7 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം ഇന്ന് ആരോപണം കടുപ്പിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കുന്നത് അങ്ങാണ്. അങ്ങ് വക്കീൽ നോട്ടീസ് അയച്ചു. വക്കീൽ നോട്ടീസ് അയച്ചിട്ടും വി.ഡി. സതീശൻ ഈ ആരോപണം വീണ്ടും ആവർത്തിക്കണമെങ്കിൽ പൊതുസമൂഹം സ്വാഭാവികമായി തെറ്റിദ്ധരിക്കില്ല. പൊതുസമൂഹത്തിനൊരു തെറ്റിദ്ധാരണയില്ല. പൊതുസമൂഹത്തിന് യാതൊരു തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട കാര്യമില്ല. കഴിഞ്ഞ കാലത്തും ഇതുപോലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഈ ഗവൺമെന്റിനെതിരായിട്ട് ഉന്നയിച്ച സതീശൻ എല്ലില്ലാത്ത നാവുകൊണ്ട് എന്തും പറയുന്ന ഒരാളായി സതീശൻ മാറിയിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കിട്ടിയാൽ അതെല്ലാം എടുത്ത് സർക്കാരിനെ അടിക്കാനോ ഇടതുപക്ഷത്തെ അടിക്കാനുള്ള വടിയായിട്ടൊക്കെ ഉപയോഗിക്കാമെന്നാണ് സതീശൻ കരുതുന്നത്. അതൊക്കെ വെറും അദ്ദേഹത്തിന്റെ ഒരു ധാരണ മാത്രമാണ്.